കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവത്തിന്റെ വചനം പഠിക്കാൻ വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ തിയോളജിയുടെ ക്ലാസ്സില് ദൈവശാസ്ത്രത്തിന്റെ 5 ഡിവിഷൻസ് ഒന്ന് പറഞ്ഞു വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രധാനമായി ദൈവശാസ്ത്രത്തെ നമുക്ക് 5ആയി തരംതിരിച്ച് പഠിക്കാൻ പറ്റും. നാച്ചുറൽ തിയോളജി, എക്സിജറ്റിക്കൽ തിയോളജി, ഹിസ്റ്റോറിക്കൽ തിയോളജി, സിസ്റ്റമാറ്റിക് തിയോളജി ആൻഡ് പ്രാക്ടിക്കൽ തിയോളജി. പ്രകൃതി ദൈവശാസ്ത്രം, വ്യാഖ്യാന ദൈവശാസ്ത്രം, ചാരിത്രിക ദൈവശാസ്ത്രം, വ്യവസായ ദൈവശാസ്ത്രം, അന്നേരം പ്രകൃതി ദൈവശാസ്ത്രം, വ്യാഖ്യാന ദൈവശാസ്ത്രം, ചാരിത്രിക ദൈവശാസ്ത്രം, വ്യവസ്ഥാപിത ദൈവശാസ്ത്രം, പ്രായോഗിക ദൈവശാസ്ത്രം. ഇതൊക്കെ ചിന്തിച്ചു. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ക്രിസ്ത്യൻ റെവലേഷൻ, ക്രിസ്തീയ വെളിപ്പാടിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതൊക്കെ മുഖവരയാണ്, ഇത് ഡീറ്റെയിൽ സ്റ്റഡി അല്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഈ പ്രാവശ്യം ഉദ്ദേശിക്കുന്നത് എക്ലിഷിയോളജി, സഭാശാസ്ത്രമാണ്. കർത്താവ് എനിക്ക് സമയം തന്നാൽ അടുത്ത സെമിസ്റ്ററിൽ എസ്കറ്റോളജി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഞാനൊരു ഫൗണ്ടേഷൻ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ടീച്ചിങ് ഇതല്ല, പക്ഷെ ഒരു ബേസിക് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്ന ക്രിസ്തീയ വെളിപ്പാട്, അൺകവറിംഗ് ഓഫ് ഡിവൈൻ മിസ്റ്ററീസ്. ക്രിസ്തീയ ദൈവശാസ്ത്രം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിലാകും. വളരെ ശ്രദ്ധിക്കണം. ക്രിസ്ത്യൻ തിയോളജി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എവിടാണ്? ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിലാകും. വെളിപ്പാട് എന്നതിന് അപ്പോകാലിപ്സിസ്, APOKALYPSIS, അപ്പോകാലിപ്സിസ് എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: പുറമൂടി മാറ്റുക, അല്ലെങ്കിൽ മറ നീക്കുക. നമുക്കറിയാം, ഒരു വീട്ടിലെ ഒരു 2 റൂമുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ ചിലപ്പം കർട്ടൻ ഇടും. ആ കർട്ടൻ ഇടുമ്പോൾ അകത്തുള്ളതൊന്നും കാണത്തില്ല. ആ കർട്ടൻ മാറ്റുമ്പോൾ അകത്തുള്ളതെല്ലാം എന്ത് ചെയ്യും? വെളിവായി കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനസ്സിലായോ? അതുപോലെ തന്നെ ദൈവത്തെ നമുക്ക് കാണാനുള്ള ഒരു ഭയങ്കര വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ദൈവം പ്രത്യേക മാധ്യമങ്ങളിൽ കൂടെ സൃഷ്ടികൾക്ക് തന്നെത്താൻ മനസ്സിലാക്കി കൊടുക്കുന്ന പ്രതിഭാസമാണ് വെളിപ്പാടെന്ന് പറയുന്നത്. ആ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിപാടെന്ന് ആരും പറയല്ലേ, വെളിപ്പാടെന്ന് മാത്രമേ പറയാവൂ. വെളിപാടെന്നൊരു പദമില്ല. അത് സമുദായക്കാരും അറിയാൻ വയ്യാത്തവരൊക്കെ പറയും വെളിപാടെന്ന്. നമ്മൾ എപ്പോഴും പറയേണ്ടത് വെളിപ്പാട്. ഒന്ന് ശക്തമായി പറഞ്ഞേ, വെളിപ്പാടെന്നൊന്ന് പറഞ്ഞേ. ആമേൻ. വെളിപ്പാട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടു വരുന്നൊരു സംഭവമാണ്. ലോകത്തിന്റെ സൃഷ്ടി മുതൽ ആ വെളിപ്പാടുകളെ നമുക്ക് 8
8 കാര്യങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. യേശുക്രിസ്തുവാണ് വാസ്തവത്തിൽ. യേശു തന്നെ പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാകുന്നു. ദൈവത്തെ അറിയണമെങ്കിൽ ക്രിസ്തുവിന്റെ അടുത്ത് വന്നാൽ മതി. ക്രിസ്തുവിൽ കൂടെ മാത്രമേ ദൈവത്തെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ലോകത്തിന്റെ സൃഷ്ടി മുതൽ എന്ന് പറഞ്ഞ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ആ സെന്റൻസ്, ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരുന്നുണ്ട്, അല്ലെ? ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ തന്നെ ഒരു ദൈവം ഉണ്ടെന്ന് അറിയാൻ പറ്റും. നമുക്കത് പഠിക്കാം. ജാതികളുടെ മേൽ മൂടിയിരിക്കുന്ന അന്ധകാരം ക്രിസ്തുവാകുന്ന പ്രകാശത്താൽ മാറിപ്പോവുക. A light to lighten the Gentiles. ജാതികളൊക്കെ അന്ധകാരത്തിൽ കിടക്കുകയായിരുന്നു. എന്നാൽ അന്ധകാരത്തിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം കർത്താവായ യേശു ക്രിസ്തുവാണ്. 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 2:32, യെശയ്യാവ് 25:7. ലൂക്കോസ് 2:32, യെശയ്യാവ് 25:7 എന്ന് വായിക്കാം. എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. വായിച്ചേ. ലൂക്കോസ് 2:32. നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്നതിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. 31-32. വയോധികനായിരിക്കുന്ന ശിമോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയുകയാണ്, സകല ജാതികൾക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. മനസ്സിലായോ? അതൊരു ഭയങ്കര വെളിപ്പെടലായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ മാതാപിതാക്കൾ ആലയത്തിൽ കൊണ്ടുവന്ന് അനുഗ്രഹിക്കാൻ കൊണ്ടുവന്നതാ. പക്ഷേ ഒരു ശിശുവായിട്ടുള്ള വെളിപ്പാടല്ല ശിമോന് കിട്ടിയത്. സകല ജാതികൾക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ എത്ര ശ്രേഷ്ഠമാണെന്നുള്ള കാര്യം ഓർത്തോണം. സകല ജാതികൾക്കും ലോകത്തിന് മുഴുവൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് ക്രിസ്തു എന്ന വെളിപ്പാട് ആലയത്തിലായിരുന്ന വൃദ്ധരായ ശിമയോന് വെളിപ്പെട്ട് കിട്ടി. പ്രൈസ് ഗോഡ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 8 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 1, ജാതികളുടെ മേൽ ഇരിക്കുന്ന അന്ധകാരം ക്രിസ്തുവാകുന്ന പ്രകാശത്താൽ മാറിപ്പോകും. യെശയ്യാ 25:7. സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. മൂടുപടം കിടക്കുക, സത്യം തിരിച്ചറിയാൻ കഴിയും. ഇന്നും ക്രിസ്തു വന്ന് ക്രൂശിൽ മരിച്ചിട്ട് പോയിട്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞ് എന്നിട്ടും മൂടുപടം കിടക്കുക. പക്ഷേ കൃപയാൽ നമുക്ക് നമ്മുടെ മേൽ വീണിരുന്ന മൂടുപടം മാറിപ്പോയി. സാക്ഷാൽ വെളിച്ചമായ ക്രിസ്തുവിനെ കാണാൻ ഒരു ഭാഗ്യം ദൈവം തന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. We are blessed people. Hallelujah. We could see the light from Christ Jesus. ക്രിസ്തുവിൽ നിന്ന് വെളിച്ചം നമുക്ക് കാണാൻ ഒരു ഭാഗ്യം ദൈവം തരുവാൻ തക്കോണം ഇടയായി തീർന്നു. രണ്ടാമത്തേത് ഞാൻ കുറച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. പിന്നെ നിങ്ങൾക്കത് പഠിക്കാം. ഈ യുഗത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശമാകുന്ന മർമ്മം അല്ലെങ്കിൽ ദൈവസഭ, അതിൻ്റെ മറ ദൈവം നീക്കിക്കളഞ്ഞു.
അത് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് വാക്യങ്ങൾ വായിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ യുഗത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ യുഗങ്ങളിലും മറയപ്പെട്ടിരുന്ന, കവർ ചെയ്തപ്പെട്ടിരുന്ന ഒരു സത്യമായിരുന്നു സഭ എന്നുള്ളൊരു മർമ്മം. അബ്രഹാമിനോ മോശയ്ക്കോ ദാവീദിനോ ഒന്നും ആ സഭയെക്കുറിച്ചുള്ള, ഇന്നത്തെ സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയിട്ടില്ല. അതെല്ലാം ഹിഡനാക്കി ദൈവം വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കൃപയാൽ സാധുക്കളായ നമുക്ക് ദൈവം ഈ വലിയ വെളിപ്പാട് സഭയെക്കുറിച്ച് തന്നു. ഒന്ന്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി. രണ്ട്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണമിടയായി. രണ്ട് വാക്യങ്ങൾ വായിക്കണം. കൊലോസ്യ ലേഖനം 1:26. കൊലോസ്യ ലേഖനം 1:26. കൊലോഷ്യൻസ് chapter 1 verse 26. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും അറിഞ്ഞുകിടുന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർ പൂർവ്വകാലങ്ങൾക്ക്, നിഷ്പാപയുഗത്തിലും മനസാക്ഷി യുഗത്തിലും മാനുഷിക ഭരണയുഗത്തിലും വാഗ്ദത്ത യുഗത്തിലും അതേ ന്യായപ്രമാണ യുഗത്തിലും ഒന്നും വെളിപ്പെടാതിരുന്ന ഈ മർമ്മം തന്റെ വിശുദ്ധന്മാർക്ക്, വി.പി. ജോൺ പാസ്റ്റർക്ക് ഇത് വെളിപ്പെട്ടു, സക്രിയ പാസ്റ്റർക്ക് ഇത് വെളിപ്പെട്ടു, സി.പി. ജോൺസൺ ബ്രദറിന് ഇത് വെളിപ്പെട്ടു, നിമ്മി സിസ്റ്റർക്ക് ഇത് വെളിപ്പെട്ടു, ജോസഫ് ചാക്കോ പാസ്റ്റർക്ക് ഇത് വെളിപ്പെട്ടു, അക്സമോക്ക് ഇത് വെളിപ്പെട്ടു, പ്രജിത് പാസ്റ്റർക്ക് ഇത് വെളിപ്പെട്ടു. സ്തോത്രം. ദൈവം നമുക്ക് തന്ന സഭയെ കുറിച്ചുള്ള വെളിപ്പാട് വളരെ വലുതാണ്. കർത്താവിന് മഹത്വം കൊടുക്കാൻ എത്ര പേരുണ്ട്? എഫെസ്യ ലേഖനം 3:3 പൗലോസ് പറയുകയാണ്, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. വെളിപ്പാടിനാൽ. അത് വേറെ ഒന്നുമല്ല, അത് ദൈവത്തിന്റെ സഭയാണ്. അത് എഫെസ്യ ലേഖനം 3 വാക്യമാണ്, വായിക്കണമെന്നില്ല. എഫെസ്യർ 3:3. വെളിപ്പാടിനാൽ ഒരു മർമ്മം വന്നു. The church of God is mystery. ദൈവസഭ എന്ന് പറഞ്ഞ മർമ്മമാണ്. പുതിയ നിയമ സഭ എന്താണെന്ന് പഴയ നിയമ വിശുദ്ധന്മാരോട് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. എന്നാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച കർത്താവ് ഉള്ളിൽ വസിക്കുന്ന വിശുദ്ധന്മാരോട് ചോദിച്ചാൽ അവർ പറയും, വി ആർ ദ പാർട്ട് ഓഫ് ജീസസ് ബോഡി. ഞങ്ങൾ കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണെന്ന് പറയാനിടയായി തീരും. സ്തോത്രം. ഇനി മൂന്നാമത്തെ വെളിപ്പാട്, ദൈവത്തിന്റെ ജ്ഞാനം. അത് മറ നീക്കി ദൈവം കാണിച്ചു. ദൈവത്തിന്റെ ജ്ഞാനം ഒന്നും കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ നമ്മൾ ആരുമല്ല. പക്ഷേ ദൈവത്തിന്റെ ജ്ഞാനം മറ നീക്കി ദൈവം കാണിച്ചു. എഫെസ്യ ലേഖനം 1 എഫെസ്യ ലേഖനം 1:7 വായിക്കാം. 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. പൗലോസിന്റെ പ്രാർത്ഥന നോക്കണം. ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിക്കുവാനുള്ള ആ എബിലിറ്റി, ആ കഴിവ് പ്രാർത്ഥിച്ചു വാങ്ങിക്കണമെന്നാ പറഞ്ഞു. അത് സെക്യുലർ വിസ്ഡം അല്ല, ഇത് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ വിസ്ഡം. ഇത് ആത്മീയ ജ്ഞാനമാണ്. മനസ്സിലായോ? Secular wisdom കൊണ്ട് we cannot understand the word of God with our secular wisdom, but we can understand the word of God with the heavenly wisdom. നമ്മുടെ ലോകപ്രകാരമുള്ള ജ്ഞാനം കൊണ്ട് ദൈവവചനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവത്തെ കുറിച്ച് അറിയാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയത്തില്ല.
പക്ഷേ ദൈവജ്ഞാനം വേണം. വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. നിക്കോദീമോസിനോട് യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3 നിങ്ങൾ പിന്നെ വായിച്ചു. യേശു പറയുകയാണ്, നീ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അന്നേരം ഇദ്ദേഹം അതിനെ ഗ്രഹിച്ചത് എങ്ങനെയാണെന്നറിയാവോ? ആത്മീയ ജ്ഞാനം കൊണ്ടല്ല ഗ്രഹിച്ചത്. പുള്ളി പറയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജയിക്കാമോ? നോക്കണേ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ലോകജ്ഞാനം കൊണ്ട് പറ്റുകയില്ല. നമ്മൾ പറയത്തില്ല, അദ്ദേഹം പിന്നെ 2 PhD ഉണ്ട്, 4 MPhil ഉണ്ട്, അദ്ദേഹം പറയുന്നത് തെറ്റാണോ എന്നൊക്കെ ചോദിക്കും. തെറ്റ് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ PhD MPhilലും പിന്നെ ഡിമിനും ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം, സ്തോത്രം, നിനക്ക് ആത്മീയ ജ്ഞാനം ഉണ്ടോ എന്നുള്ള വിഷയം. VP ജോൺ പാസ്റ്റർ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിനക്ക് ആത്മീയ ജ്ഞാനം ഉണ്ടോ? ആത്മീയ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. ഉടനെ യേശു പറഞ്ഞതെന്നറിയോ? നിക്കോദീമോസേ, ജഡത്താൽ ജനിച്ചത് ജഡവാ, നീ വെറും ജഡവാ. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആത്മീയ ജനനം പ്രാപിച്ചവർ മാത്രമേ ആത്മീയ കാര്യം തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. മനസ്സിലായോ? ദൈവാസന്മാർക്ക് തമ്മിൽ സംസാരിക്കുമ്പോൾ ചില കോഡ് ഭാഷകളൊക്കെ ഉണ്ട്. ഇന്ന് വല്ല കാക്ക വല്ലോ വന്നോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവ് എന്തെങ്കിലും വഴി നിനക്ക് ഒരുക്കിയോ എന്നാണ് അതിന്റെ ചുരുക്കം. ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ ചിന്തിക്കുക, എന്താ പാസ്റ്റ് കാക്കയുടെ കാര്യം പറയുന്നത് കേട്ട്? കാക്ക ഏതൊരു വീട്ടിൽ വളർത്തുന്നുണ്ടോ? അത് ഇവിടുന്ന് ചാടിപ്പോയതാണോ എന്നൊക്കെ ഇവിടെ അവർ പറയും. മനസ്സിലായോ? നേരം 1, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് കിട്ടി. 2, സഭയെ കുറിച്ചുള്ള വെളിപ്പാട്. 3, ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ചുള്ള വെളിപ്പാട്. 4, സഭയുടെ ഗുണീകരണത്തിനായി ദൈവത്തിന്റെ മനസ്സ് പ്രകടമാക്കുന്ന ആ വെളിപ്പാട്. ഗുണീകരണം എന്ന് പറഞ്ഞാൽ കറക്ഷനാ. 2 Corinthians chapter 12 verse 1. 2 Corinthians 12:1 ഒന്ന് വായിക്കാമോ? 2 Corinthians 12:1. ഇല്ലേ? പുതിയ നിയമത്തിൽ പ്രസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെ കുറിച്ചും വെളിപ്പാടുകളെ കുറിച്ചും പറയുവാൻ പോകുന്നു. നോക്കണം, അന്നേരം കർത്താവിൽ നിന്ന് നമുക്ക് ദർശനങ്ങൾ ലഭിക്കും. കർത്താവിൽ നിന്ന് വെളിപ്പാടെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറനീക്കി കാണിക്കുക, അല്ലെ മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരിക. അതാണ് വെളിപ്പാട്. അന്നേരം ചില ദൈവാസന്മാർ, ദൈവമക്കളെ പറയത്തില്ല, ഞാനൊരു വെളിപ്പാട് കാണുന്നു. ഹിഡനായിരുന്ന കാര്യങ്ങൾ ദൈവം കാണിക്കുകയാണ്, അതിനെ പുറത്ത് കൊണ്ടുവരികയാണ്. മനസ്സിലായോ? അതുപോലെ എന്തിനാണ് അപ്പോസ്തലനായ പൗലോസിനെ ദർശനങ്ങൾ, അല്ലെങ്കിൽ പൗലോസിന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവവൈതലിനും ദൈവം ചിലപ്പോൾ ദർശനങ്ങൾ തന്നേക്കാം, വെളിപ്പാടുകൾ തന്നേക്കാം. എന്തിനാണ്? ദൈവസഭയുടെ ഗുണീകരണത്തിന് വേണ്ടി, ദൈവസഭയുടെ കറക്ഷന് വേണ്ടി, തെറ്റുകൾ തിരുത്തുവാനാണ് ദൈവം നമ്മളെ കാണിക്കുന്ന ചില ദർശനങ്ങൾ. അതൊരു ഭാവികാല സംഭവമായിട്ട് തള്ളിക്കളയാനോ അല്ലെങ്കിൽ അത് ഞാൻ കണ്ടു അതുകൊണ്ട് ഇന്ന കാര്യം ഒന്നുമല്ല. അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ദൈവം നമ്മളെ കാണിക്കുന്ന ദർശനത്തിനകത്ത്, ദൈവം നമ്മെ കാണിക്കുന്ന വെളിപ്പാടിനകത്ത് വ്യക്തിപരമായിട്ട് നമ്മൾക്കൊരു കറക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയ്ക്ക് ഒരു കറക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭവനാംഗങ്ങൾക്ക് ഒരു കറക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതിനാണ് സ്തോത്രം, ആത്മീയ എഡിഫിക്കേഷൻ ആണ് ഈ വെളിപ്പാട് കൊണ്ടും ദർശനം കണ്ടുകൊണ്ടൊക്കെ ദൈവം ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആ കാര്യം മറന്നു പോകല്ലേ. അന്നേരം ദൈവസഭയുടെ കറക്ഷന് വേണ്ടി ദൈവത്തിന്റെ മനസ്സ് നമുക്ക് തുറന്നു കിട്ടും. മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മനസ്സ്, ഒരർത്ഥത്തിൽ വാട്ട് ഈസ് ദ മൈൻഡ് ഓഫ് ഗോഡ്? ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ
മൈൻഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ മനസ്സാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. നമുക്കത് നമ്മുടെ കയ്യിൽ കിട്ടിയല്ലോ. അത് വളരെ ഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. ഇനി അഞ്ചാമതായിട്ട് യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവ്, അത് നമ്മൾ കാണും. അത് ഭയങ്കര ഒരു വെളിപ്പെടലായിരിക്കും അന്ന് നടക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 1:7 വായിച്ചേ. 1 കൊരിന്ത്യർ 1:7. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ആമേൻ. അന്നേരം ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെളിപ്പെടൽ എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഗ്രേറ്റ് മിറക്കിളായിട്ടോ അല്ലെ ഗ്രേറ്റ് ഈവന്റ് ആയിട്ടോ ഒക്കെ നമുക്ക് പഠിക്കാം. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ which is going to happen? That is nothing but the second coming of Jesus Christ. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്. കർത്താവിന്റെ വരവ് കാണാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇത് ഭയങ്കര ഒരു വെളിപ്പെടലായിരിക്കും നടക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ നമ്മുടെ ദൈവത്തെ ആത്മീയ കണ്ടുകൊണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലേ? ചാക്കോ പാസ്റ്ററെ അങ്ങനല്ലേ? ജോസഫ് ചാക്കോ പാസ്റ്ററെ, നമ്മുടെ കർത്താവിനെ നമ്മൾ ആത്മീയ കണ്ണുകൊണ്ടല്ല കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ നമ്മുടെ ദൈവത്തെ ആ പൂർണ്ണ നിലയിൽ നമ്മൾ അക്ഷരീയ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴും, ദൈവം നമ്മോട് ഇടപെട്ടെന്ന് പറയുമ്പോഴും, ദൈവം നമ്മളോട് പിന്നെ പരിശുദ്ധാത്മാവിനെ നൽകിയെന്ന് പറയുന്നതൊക്കെ പറഞ്ഞ് എല്ലാം സ്പിരിച്വലി മാത്രമാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. എന്നാൽ യേശു എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ നമുക്ക് കർത്താവിനെ കാണുന്ന ഒരു ദിവസമുണ്ട്. അന്നത്തെ വേറൊരു പ്രത്യേകത എന്നാണെന്നറിയാമോ? നമ്മൾ കർത്താവിനെ കാണുമ്പോൾ നമ്മളും അവനെ പോലെ ആകുന്നൊരു രംഗമാണത്. അത് ഭയങ്കരമല്ലേ? സ്തോത്രം. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞ ഇതുവരെയും ദൈവസഭയെ കുറിച്ച്, ദൈവസഭയുടെ ഭാവി ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തമായിട്ട് അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയല്ല. കർത്താവ് വരും, നമ്മൾ എടുക്കപ്പെടും, പ്രതിഫലം ഉണ്ടെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാലും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ആ അനുഭവങ്ങളെ കുറിച്ച് ഒന്നും ആർക്കും ഇതുവരെ വിവരിപ്പാനോ വർണ്ണിപ്പാനോ കഴിയത്തില്ല. അതിന്റെ ഉള്ളസത്ത മുഴുവൻ നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ആർക്കും ദൈവസഭയെ കുറിച്ച് പഠിപ്പിച്ചാൽ അതിന്റെ ഒരു പൂർണ്ണത കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പറയും യേശുവിന്റെ ശരീരമാണ്, മണവാട്ടിയാണ്, മർമ്മമാണ്, വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടി, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ എന്താകും, ആരായി തീരും, എങ്ങനാന്നുള്ളത് ആ ഉള്ളറയിലെ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി ആ പദവി നമുക്ക് ലഭിക്കുന്ന നന്മകൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ണുകൊണ്ട് അനുഭവിക്കാൻ പോവാം. അത് ഭയങ്കര വെളിപ്പാടാണ്. യേശു ക്രിസ്തു വന്ന് നമ്മളെ കൊണ്ടുപോയി പിന്നെ ഭൂമിയിൽ ഒരു വെളിപ്പാടിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? സ്തോത്രം. ചിലർ പറയത്തില്ലേ, ചില ചർച്ചകാരൊക്കെ പറയുന്നിട്ടുണ്ട്, ഭാഷാവരം നിന്നുപോയി, പ്രവചനം നിന്നുപോയി, അന്യഭാഷ നിന്നുപോയി. ബൈബിളിൽ അങ്ങനെ നിന്നുപോയെന്നൊരു വാക്കേ ഇല്ല. ഉണ്ടോ? ഏതെങ്കിലും ബൈബിളുണ്ടോ? എന്നോട് പറഞ്ഞതാണ്. നിന്നു പോകുമെന്നുണ്ട്. പൂർണ്ണമായി ഇത് വരുമ്പോൾ അംശമായി ഇത് നീങ്ങിപ്പോകും. അത് കറക്റ്റാ. ഏതാ പൂർണ്ണമായത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്തിൽ നമ്മളെ ചേർക്കാൻ വരുമ്പോൾ സ്വർഗത്തിൽ പിന്നെ അന്യഭാഷയുടെയോ പ്രവചനത്തിന്റെയോ വെളിപ്പാടിന്റെയോ ദർശനത്തിന്റെയോ ആവശ്യത ഇല്ലെന്നേ. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ദൈവം പകർന്ന സകല അനുഗ്രഹങ്ങളും കർത്താവിന്റെ വരവ് വരെ സഭയ്ക്ക് ദൈവം കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 1-ാം നൂറ്റാണ്ടിലെ സഭ മാത്രം പ്രവചനവും ദർശനവും വെളിപ്പാട് പ്രാപിച്ച് വളർന്നാൽ മതിയോ? 21-ാം നൂറ്റാണ്ടിലെ സഭ വളരണ്ടേ? ചിലർ പറയുന്നുണ്ട് 1-ാം നൂറ്റാണ്ട് സഭയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതായിരുന്നു, ഇപ്പൊ അല്ല, ബാക്കിയുള്ള സഭ പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത്? 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് മാത്രമേ ഫുഡുള്ളൂ, ബാക്കിയുള്ള സഭകൾക്കൊന്നും ഫുഡില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അന്നേരം കർത്താവ് അനുവദിച്ച് തന്ന ഒരു കൃപകളും നിന്നു പോയിട്ടില്ല, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിന്നു പോയിട്ടില്ല,
പ്രവചനങ്ങൾ നിന്നു പോയിട്ടില്ല, ദർശനങ്ങൾ നിന്നു പോയിട്ടില്ല. ഇന്നും സഭയുള്ള കാലത്തോളം ഇതെല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം ദൈവവചനത്തിന് അനുസരിച്ചുള്ളതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അളവുകോൽ ദൈവവചനമാണ്. വചനത്തിന് വെളിയിൽ ഒരു ദർശനവുമില്ല, വെളിപ്പാടുമില്ല. എല്ലാം കറക്റ്റ് ആയിരിക്കും. വചനം വെച്ച് നോക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം. നാളെ ഒരാൾ പറയാം എനിക്കൊരു വെളിപ്പാട് കിട്ടി, പിന്നെ യേശു ക്രിസ്തു ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വരുമെന്ന് ഇന്നലെ രാത്രി എന്നോട് ദൈവാത്മാവ് സംസാരിച്ചെന്ന് പറയുമ്പോൾ സ്തോത്രം അല്ലയോ പറയാൻ നിൽക്കല്ലേ. ജോൺസൺ സി പി ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എന്നാ കർത്താവ് വരുന്നത് തന്റെ പുത്രൻ പോലും അറിയുന്നില്ലെന്ന് പറയുമ്പോൾ സ്തോത്രം, പിന്നെ എങ്ങനെ ഈ ടോമിച്ചനൊക്കെ ഇത് മനസ്സിലാക്കുന്നത്? ആരും കുടിക്കണം. അതാ പറഞ്ഞത്, ലഭിക്കുന്ന വെളിപ്പാട് വചനത്തിനനുസരിച്ചായിരിക്കണം. കർത്താവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിശ്വസിച്ചോണം. മനസ്സിലായോ? എല്ലാ വെളിപ്പാടുകളും തിരുവചനത്തിന് ഒത്തതായിരിക്കണം. യേശു ക്രിസ്തു വരുന്നെന്ന് നമുക്ക് പ്രസംഗിക്കാം, നമുക്ക് സമയം മാത്രം അറിയത്തില്ല. യേശു വരുന്നെന്നുള്ള സത്യമാണ്. തെളിവുകളും നമുക്ക് പ്രസംഗിക്കാം, അല്ല ഡേറ്റും സമയവും ഒന്നും പറയല്ലേ. ഒയ്യലപ്പിന് സംഭവിച്ചുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? പ്രത്യക്ഷ രക്ഷാ ദിവസഭ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പഴയ കാലഘട്ടങ്ങളിൽ വളരെ പച്ചിലയും കത്രികയും പോലെ പ്രവചനവും വെളിപ്പാടും ദർശനവും ഒക്കെ പറയുന്ന ഒരു ദേവദാസനായിരുന്നു. അതേ എഴുതിയ പാട്ടാണ്, വരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്, വരനേ നിന്റെ വരവോ ഏതു സമയം എന്നറിയുന്നില്ല. അങ്ങനെ ദൈവകൃപയിൽ നിന്നപ്പോ ഈ പാട്ടൊക്കെ എഴുതി. പക്ഷേ കർത്താവ് വരുന്നു, ഇന്ന ദിവസം വരുമെന്നും പ്രവചിച്ച് എല്ലാവരും എന്ത് ചെയ്തു? കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്നു. തക്ക സമയത്ത് കർത്താവ് വന്നില്ല. അദ്ദേഹം പറഞ്ഞു, കർത്താവ് എൻ്റെ മേൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് അദ്ദേഹത്തിന്മേൽ ഇറങ്ങി. മനസ്സിലായോ? അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ സമൂഹം വഴിതെറ്റിപ്പോയി. പ്രവചനമൊക്കെ വചനത്തിനൊത്തതായിരിക്കണം. മനസ്സിലായോ? ഓക്കെ, ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവിലുള്ള പ്രദർശനം. പിന്നെ അടുത്തത് മറ്റൊരു വെളിപ്പാട്, 2 തെസ്സലോനിയൻസ് chapter 1 verse 7. 2 തെസ്സലോനിക്കർ 1:7 ഒന്ന് നോക്കാമോ? 2 തെസ്സലോനിക്കർ 1:7. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. പഠിച്ചല്ലോ, കർത്താവും അന്ത്യാകാശത്തിൽ വരും, തന്റെ വിശുദ്ധന്മാരെടുക്കപ്പെടും. എന്നാൽ കൈവിടപ്പെട്ടു പോകുന്നവർക്ക് ന്യായവിധിയുടെ ഒരു വെളിപ്പെടലാ കർത്താവിന്റെ വരവെന്ന് പറയുന്നത്. മനസ്സിലായോ? ന്യായവിധിക്കായി ക്രിസ്തു വെളിപ്പെടും. 7 റോമാലേഖനം 8:19 ഒന്ന് വായിച്ചേ. റോമാലേഖനം 8:19. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി, ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള സകലതും ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത്രമാത്രം പാപം കൊണ്ട് നിറഞ്ഞുപോയി ഭൂമി. മനസ്സിലായോ? വിശുദ്ധന്മാർ സകല സൃഷ്ടികളുടെയും മുൻപിൽ മടങ്ങി വരും. നമുക്കൊരു പുതിയ ആകാശം ദൈവം തരും. ദൈവം നമുക്കൊരു പുതിയ ഭൂമി തരും. പാപം ചെയ്യുന്നതിന് മുമ്പ് ഏദൻ തോട്ടം എങ്ങനെ ആയിരുന്നുവോ
അതുപോലൊരു അനുഭവം തന്റെ സഭയ്ക്ക് ദൈവം തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതിനുവേണ്ടി സകല സൃഷ്ടിയും കാത്തിരിക്കുകയാണ്, ഞരങ്ങുകയാണ്. ദൈവമേ, ഞങ്ങൾക്ക് ഈ ഭൂമി വയ്യ, ഞങ്ങൾക്ക് ഈ ആകാശം വയ്യ, ഞങ്ങൾക്കിത് സഹിക്കാൻ വയ്യ. സകല സൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. 8ാമത്തെ വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം 1:1-2 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 1:1-2 വാക്യങ്ങൾ വായിക്കാം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ആമേൻ. നമുക്ക് നന്നായിട്ട് അറിയാം, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. പഴയ നിയമത്തിൽ 17 പ്രവചന പുസ്തകമുണ്ട്. യെശയ്യാവ് മുതൽ മലാക്കി വരെ 17 പ്രവചന ഗ്രന്ഥങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഒത്തിരി പ്രവചന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബൈബിളിൽ അനവധി പ്രവചന ഭാഗങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെ പുതിയ നിയമത്തിൽ പ്രവചന ഗ്രന്ഥം എന്ന് പറയാനുള്ളത് വെളിപ്പാട് പുസ്തകം മാത്രം. ആ പ്രവചന ഗ്രന്ഥത്തിന്റെ ആദ്യ വാക്യം നമ്മൾ കേട്ടത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് യോഹന്നാന് കൈമാറുന്നു. യോഹന്നാൻ ആ വെളിപ്പാട് ദൈവസഭയ്ക്ക് കൈമാറുന്നു. വളരെ വ്യക്തമായി ആത്മാവ് പറയുകയാണ്, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ അറിയിക്കേണ്ടതിനാണ് ഈ വെളിപ്പാട് യോഹന്നാനെ ഞാൻ നിനക്ക് തരുന്നത്. മനസ്സിലായോ? വേഗത്തിൽ സംഭവിക്കുക. നമ്മുടെ സമയത്തല്ല. 1000 സംവത്സരം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന മനുഷ്യന്റെ പേര് പറയാവോ? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്തോത്രം, മെതുശലേ. 969 സംവത്സരം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, നമ്മുടെ ദൃഷ്ടി നടന്നിക്കേ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പുള്ളി രാവിലെ ജനിച്ചു, സന്ധ്യയായപ്പോ മരിച്ചു. ആദാം എത്ര വർഷം ജീവിച്ചു? 930. സ്തോത്രം. രാവിലെ ജനിച്ചു, 4 മണിക്ക് പുള്ളിയുടെ കാറ്റ് പോയി. 930 ആദാമാ? അതെ, ആ കാര്യമാണ് പറഞ്ഞ. ആദാമിന്റെ കാര്യമാണോ? 969 മിതിശല്ലേ. നമ്മൾ രണ്ടുപേരുടെ കാര്യമേ പറഞ്ഞുള്ളൂ. ആമേൻ അല്ലേ? അന്നേരം ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ, 1000 സംവത്സരം ഒരു ദിവസം പോലെ. അതൊക്കെ ദൈവത്തിന്റെ കണക്കാണ്. കാരണം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം തികച്ചു ജീവിക്കാൻ ആദാമിനും കഴിഞ്ഞില്ല, മെതുശലഹിനും കഴിഞ്ഞില്ല, ഭൂമിയിൽ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അന്നേരം വേഗത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും 1 മണിക്കൂറിനകം സംഭവിക്കുന്നത്. അങ്ങനൊന്നുമല്ല. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവത്തിന് ഒരിക്കലും സമയം തെറ്റുകയില്ല. ഹബക്കൂക്കിനോട് എന്നാ ദൈവം പറഞ്ഞത്? ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. മനസ്സിലായല്ലോ? അങ്ങനെ വേണം ദർശനത്തെ കുറിച്ച് പഠിക്കാൻ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും ദൈവശബ്ദം കേട്ടിട്ടും ദർശനം പ്രവാചകന്മാർ ദൂത് പറഞ്ഞിട്ടും നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യും, മാക്സിമം 1 മാസം. പിന്നെ ആ കാര്യമേ മറന്നു പോകും. പിന്നെ ആ കാര്യം ചിന്തിക്കത്തേ ഇല്ല.
മനസ്സിലായി? പിന്നെ അടുത്ത പ്രവാചകൻ ദൂത് പറയുന്ന അടുത്ത നമ്മൾ ചിന്താഗതി. മനസ്സിലായോ? ദേവാസന്മാരൊക്കെ നല്ല ദൂതുകളൊക്കെ പറയട്ടെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ കേട്ടത് അധികം ശ്രദ്ധയോട് എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ 8 കാര്യം ഇവിടെ പറഞ്ഞു, മറന്നു പോകല്ലേ. ഞാനൊന്ന് ഓടിച്ചു വിട്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ കയറുകയാണ്. ജാതികളുടെ മേൽ മൂടിയിരുന്ന അന്ധകാരം ക്രിസ്തുവാകുന്ന പ്രകാശത്താൽ മാറിപ്പോവുക. 2, ഈ യുഗത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശമാകുന്ന മർമ്മം അല്ലെങ്കിൽ സഭ മറ നീക്കി കാണിക്കുക. 3, ദൈവത്തിന്റെ ജ്ഞാനം മറ നീക്കി കാണിക്കുക. 4, സഭയുടെ ഗുണീകരണത്തിനായി ദൈവത്തിന്റെ മനസ്സ് പ്രകടമാക്കുക. 5, യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവിലുള്ള പ്രദർശനം. 6, ന്യായവിധിക്കായി ക്രിസ്തു വെളിപ്പെടുന്നത്. 7, വിശുദ്ധന്മാർ സകല സൃഷ്ടികളുടെയും മുൻപിൽ മടങ്ങി വരുന്നത്. 8, യേശു ക്രിസ്തുവിന്റെ ആളത്വവും പ്രവൃത്തിയും സമ്പൂർണതയിൽ പ്രദർശിപ്പിക്കുന്ന ഗ്രന്ഥം. അതാണ് വെളിപ്പാട് പുസ്തകം. അവസാനം പറഞ്ഞു ഒന്നുകൂടെ പറയാം. യെസ്, എത്ര വേണമെങ്കിലും പറയാം. യേശു ക്രിസ്തുവിന്റെ ആളത്വവും പ്രവൃത്തിയും സമ്പൂർണതയിൽ പ്രദർശിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ഈ 8 കാര്യങ്ങളാണ് ക്രിസ്തീയ വെളിപ്പാടുമായി നമ്മൾ പഠിക്കേണ്ടതും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കുന്നത് ക്രിസ്തീയ വെളിപ്പാടാണ്. നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തീയ വെളിപ്പാടിനെ നമുക്ക് പ്രധാനമായിട്ട് ആറാമത്തത് ന്യായവിധിക്കായി ക്രിസ്തു വെളിപ്പെടുന്നത്. ന്യായവിധിക്കായി ക്രിസ്തു വെളിപ്പെടുന്നത്. നീതിമാന്മാരെ ദൈവം സ്വീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും. എന്നാൽ കൈവിടപ്പെട്ടു പോരും. ദുഷ്ടന്മാരെ ദൈവം ന്യായം വിധിക്കും. അതാണ് അതിനകത്ത് വിഷയം. ഇനിയും ക്രിസ്തീയ വെളിപ്പാട് പ്രധാനമായി രണ്ട് ഭാഗങ്ങൾ. ക്രിസ്തീയ വെളിപ്പാട് നമുക്ക് രണ്ടായിട്ടൊന്ന് തിരിക്കാം. ഒന്ന്, ദൈവത്തെ സംബന്ധിക്കുന്നവ. We can divide Christian revelation into twofold. First one is concerning God. Second one is the scripture or about the word of God. ക്രിസ്തീയ വെളിപ്പാടിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ച് പഠിക്കാം. ഒന്ന്, ദൈവത്തെ സംബന്ധിക്കുന്നവ. ദൈവത്തെ സംബന്ധിക്കുന്നവ. 2, തിരുവെഴുത്തിനെ സംബന്ധിക്കുന്നവ. ദൈവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ നമുക്ക് അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ജനറൽ റെവലേഷൻ അല്ലെങ്കിൽ പൊതുവായ വെളിപ്പാട്. ജനറൽ റെവലേഷൻ അല്ലെങ്കിൽ പൊതുവായ വെളിപ്പാട്. രണ്ടാമത്തേത് സ്പെഷ്യൽ റെവലേഷൻ. സ്പെഷ്യൽ റെവലേഷൻ. പൊതുവായ വെളിപ്പാട് എല്ലാവർക്കും ഉണ്ട്, കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്പെഷ്യൽ റെവലേഷൻ എല്ലാവർക്കും ഇല്ല.
അന്നേരം ഇതാണ് ദൈവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, വെളിപ്പാട്. ഇനി തിരുവെഴുത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതും രണ്ടാണ്. ഒന്ന് ദൈവശാസ്യത. ദൈവശാസ്യത കേട്ടുണ്ടോ? രണ്ട് ഡിവൈൻ കാനോൺ അല്ലെങ്കിൽ ദിവ്യ കാനോൺ. നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. കാനോൺ എന്ന് പറഞ്ഞാൽ എന്തുവാ? കാനോൺ അളവുകോൽ. ആ അതെ, വണ്ടർഫുൾ. അളവുപോലെ, പ്രമാണം, സ്കെയിൽ എന്നൊക്കെ പഠിക്കാം. അന്നേരം ഇനി നമ്മൾ ചിന്തിക്കുന്നത് പൊതു വെളിപ്പാടിനെ കുറിച്ചാണ്. ജനറൽ റവലേഷൻ, പൊതു വെളിപ്പാട്. സാറേ, തിരുവെഴുത്തിനെ സംബന്ധിക്കുന്നതിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്തുവായിരുന്നു? ഒന്ന്, തിരുവെഴുത്ത് ദൈവശാസ്യമാണ്, അതെഴുതിയല്ലോ. എന്ന് പറഞ്ഞാൽ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു ഗോഡ്, അതാണ് അതിന്റെ കറക്റ്റ്. സെക്കൻഡ് വൺ, ഡിവൈൻ കാനോൺ, ദിവ്യ കാനോൺ. നമ്മളിത് പഠിക്കും ഇപ്പോൾ. ഇനിയിപ്പം അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് ജനറൽ റവലേഷൻ അല്ലെങ്കിൽ പൊതു വെളിപ്പാട്. ഈ പൊതു വെളിപ്പാടെന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതി ഒന്ന് നോക്കിക്കേ. വീട്ടിൽ തന്നെ ഇരിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി ആകാശത്തോട്ടൊക്കെ ഒന്ന് നോക്കണം. ഇടയ്ക്ക് ഈ കടലിന്റെ അടുക്കൊക്കെ ഈ സീഷോറിലൊക്കെ നിന്നിട്ട് കടലിന്റെ അങ്ങേ കര കാണാൻ ഒക്കെ ഒന്ന് നോക്കണം. മനസ്സിലായോ? ഈ ഔട്ടിങ്ങിനൊക്കെ പോകുന്നത് പിന്നെ നല്ല കാര്യമാണെങ്കിൽ അതിനകത്തു നിന്ന് ഈ പൊതുവെളിപ്പാടൂടെ നമ്മൾ മനസ്സിലാക്കിയൊക്കെ ഔട്ടിങ് ചെയ്താൽ ഒത്തിരി അനുഗ്രഹമാണ്. എന്നുവെച്ചാൽ ദൈവം പ്രപഞ്ചത്തിൽ നിറഞ്ഞു വസിക്കുന്നു. എന്താണ്? ദൈവം പ്രപഞ്ചത്തിൽ നിറഞ്ഞു വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞിടയ്ക്ക് ഒരു പാട്ട് ഞാൻ കേട്ടു, കാട്ടുമുല്ലപ്പൂവിലും യേശു ഉണ്ട്. അതല്ല, അങ്ങനെ കാട്ടുമുല്ലയുടെ പൂവിലും കാഞ്ഞിരത്തിൻ കുരുവിലും ഒന്നും യേശുവില്ല. ആ പാട്ടൊക്കെ തികച്ചും തെറ്റായ പാട്ടൊക്കെയാ കേട്ടോ. ദൈവം പ്രപഞ്ചത്തിൽ നിറഞ്ഞു വസിക്കുന്നു. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? യെരമ്യാ പ്രവചനം ഒന്നും എടുക്കാം. യെരമ്യാ പ്രവചനം 23-ന്റെ 23-24. യെരമ്യാ പ്രവചനം 23-ന്റെ 23-24. ഞാൻ സമീപസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. ഇതാണ് ദൈവത്തെ ഒളിച്ച് 139-ാം സംഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് തിരുനാമത്തെ ഒളിച്ച് ഞാൻ എവിടെ പോവും? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെ ഉണ്ട്, ഉഷത്തിൽ ചെറുക ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പാർത്താൽ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രസൻസ് എല്ലായിടവും ഉണ്ട്. അതാണ് പൊതു വെളിപ്പാടെന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ വെളിപ്പാട് പുസ്തകം 19 ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 19:1. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ആമേൻ. ദൈവം പ്രകൃതിയിൽ കൂടെ വെളിപ്പെടുന്നു. ദൈവം പ്രപഞ്ചത്തിൽ നിറഞ്ഞു വസിക്കുന്നു. ഇനി ഞാനതൊന്ന് അല്പം കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്യാം. ദൈവം ഈ പ്രപഞ്ചത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെയാണ്. ഒന്നാം ദിവസം ദൈവം എന്താ പറഞ്ഞത്?
സന്ധ്യയായ ഉഷസ്സുമായി ഒന്നാം ദിവസം. അന്നേരം സന്ധ്യയുണ്ട്, ഉഷസ്സുമുണ്ട്, രാവുമുണ്ട്, പകലുമുണ്ട്. ഒന്നാം ദിവസമുണ്ട്, രണ്ടാം ദിവസമുണ്ട്, മൂന്നാം ദിവസമുണ്ട്. ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? ഒരാഴ്ചയില് 7 ദിവസം. ഈ 7 ദിവസം ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ആഴ്ചയിൽ 7 ദിവസം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന. മനുഷ്യന് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം, സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ വരണം. അന്നേരം വളരെ ക്ലിപ്തമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു രാത്രി കഴിഞ്ഞ് അടുത്ത പകലിന് ഒരു സമയക്ലിപ്തതയുണ്ട്, അല്ലേ? പകലും രാവും തമ്മിൽ ദൈവം വേർതിരിച്ചു വെച്ചിരിക്കുക, സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഇതെല്ലാം മനുഷ്യന് വേണ്ടി ദൈവം ചെയ്തിരിച്ചു. അന്നേരം ഈ പകലിനെ കാണുമ്പോൾ, രാത്രിയെ കാണുമ്പോൾ, ആകാശത്തെ കാണുമ്പോൾ, സൂര്യനെ കാണുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കണം ഒരു ദൈവമുണ്ട്. അതാണ് പൊതു വെളിപ്പാടെന്ന് പറയുന്നത്. പൊതു വെളിപ്പാട് നമ്മൾ കുറച്ച് ചിന്തിക്കും. വെളിപ്പാട് ദിവസം 21-ന്റെ 25-ഉം വെളിപ്പാട് ദിവസം 22-ന്റെ 5-ഉം ഒന്ന് വായിക്കണം. വെളിപ്പാട് ദിവസം 21-ന്റെ 25, വെളിപ്പാട് ദിവസം 22-ന്റെ 5. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടക്കിയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. രാത്രി അവിടെ ഇല്ലല്ലോ. അന്നേരം പുതിയ യെരൂശലേമിൽ രാത്രി ഇല്ല. വെളിപ്പാട് 22-ന്റെ 5. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവരെന്ന് രാജാക്കന്മാരായിരിക്കും. യെസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം മൊത്തം ചേഞ്ച് ആകും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവസഭയെ ചേർത്തുകൊണ്ട് കഴിഞ്ഞാൽ ഇന്നത്തെ എർത്തിലി സിസ്റ്റം, കോസ്മോളജിക്കൽ സിസ്റ്റം എല്ലാം ദൈവം ചേഞ്ച് ആക്കും. അതുവരെയൊക്കെ നമുക്ക് പകലും രാത്രിയും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനൊന്നും ആവശ്യകതയില്ല. മനസ്സിലായോ? ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വെളിപ്പാട് നൽകുന്ന സങ്കീർത്തന ഭാഗമാണ് 19-ാം സങ്കീർത്തനം. അവിടെ എഴുതിയിരിക്കുന്ന ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നോക്കണേ, എന്നിട്ട് നമ്മുടെ ദൈവം ചരിത്രത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അനുഭവത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട് ഈ ദൈവം. എന്തിനേറെ പറയുന്നു, നമ്മുടെ അന്തരംഗങ്ങളിൽ ഈ ദൈവം വെളിപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എന്റെ അന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ ഉയർത്തുക. ചരിത്രം പറയുന്നു ഒരു ദൈവമുണ്ട്. അനുഭവം, നമ്മുടെ ടെസ്റ്റ് മണി പറയുന്നു ഒരു ദൈവമുണ്ട്. നമ്മുടെ ഓരോ കോശങ്ങളും പറയും ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഈ പ്രപഞ്ചത്തിന്റെ ഉടനീളം പരിശോധിച്ചു നോക്ക്, ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ എല്ലായിടത്തും കാണാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യം വായിക്കാം. മത്തായി 5:45. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ആമേൻ. നമ്മുടെ ദൈവം സ്രഷ്ടാവെന്ന നിലയിൽ നീതിമാന്മാർക്കും മഴ കൊടുക്കും, ദുഷ്ടന്മാർക്കും മഴ കൊടുക്കും. സൃഷ്ടാവെന്ന നിലയിൽ നീതിമാനും സൂര്യന്റെ വെയിൽ കിട്ടും, ദുഷ്ടന് നീതിമാന്റെ വെയിൽ കിട്ടും. മനസ്സിലായോ? സൃഷ്ടാവെന്ന നിലയിൽ സൃഷ്ടിയോട് ദൈവത്തിനൊരു കൺസേൺ ഉണ്ട്. ആമേൻ. നമ്മുടെ ദൈവം ആരാണ്? പ്രകൃതിയിൽ വെളിപ്പെട്ട ദൈവം.
ആ ദൈവം മനുഷ്യന്റെ മനസ്സാക്ഷിയിൽ വെളിപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, സുവിശേഷം ഒന്നും കേൾക്കാത്ത കാട്ടുമനുഷ്യരുണ്ട്, ട്രൈബൽസ്. വലിയ കാടുകളിലൊക്കെ താമസിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് മൃഗവും മനുഷ്യനും തമ്മിൽ വലിയ എല്ലാം ഒരുപോലെ. മനസ്സിലായി? അത് അവരുടെ ഭാഷ. നമ്മളൊക്കെ അവിടെ ചെന്ന് അവർ കൊന്നുകളയും. പക്ഷേ അവിടൊക്കെ നമ്മൾ ചെന്ന് അവരുടെ നടുവിൽ പോയി ചെന്ന് അവരെ ഒബ്സർവ് ചെയ്താൽ, അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ചെന്നാൽ എവിടെയെങ്കിലും 2 കല്ല് കൊണ്ടുവച്ച് 2 തെറ്റിപ്പൂവും കൊണ്ടുവച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് തൊഴുന്ന കാണാൻ പറ്റും. അവരോട് ആരും ദൈവം ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ല. അവരുടെ മനസ്സാക്ഷിയിൽ അവർക്കൊരു ബോധ്യമുണ്ട്, there is a God, ഒരു ദൈവം ഉണ്ടെന്നുള്ളത്. മനസ്സിലായോ? മനസാക്ഷി എന്നുള്ളത് ദൈവം കൊടുത്തിരിക്കുന്ന വലിയ സംഭവമാണ്. അന്നേരം ഈ അതായത് സുവിശേഷം കേൾക്കാത്തവരെ ദൈവം എങ്ങനെ ന്യായം വിധിക്കുന്നേ? മനസാക്ഷി കൊണ്ടാണ് ന്യായം വിധിക്കുന്നേ. മനസാക്ഷി എന്നൊരു പുസ്തകമുണ്ട്. ദൈവം അവനെ മാറ്റി നിർത്തിയിട്ട് പറയും, നീ ഇന്ന തെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിന്റെ മനസാക്ഷി നിന്നെ വിലക്കിയില്ലേ? അത് തെളിയിച്ചു കൊടുക്കും. എന്നിട്ട് നീ മനസാക്ഷിയെ ലംഘിച്ചാണ് നീ തെറ്റ് ചെയ്തത് എന്ന് പറയും. മനസാക്ഷി എന്ന പുസ്തകം. അന്നേരം പ്രകൃതിയിൽ വെളിപ്പെട്ടു. ഈ ലോകം മുഴുവൻ നമ്മൾ നിരീക്ഷിച്ചാൽ ദൈവം ജീവിക്കുന്നു എന്ന് തെളിയും. രണ്ടാമത്, മനുഷ്യന്റെ മനസാക്ഷിയിൽ ദൈവം വെളിപ്പെട്ടു. ഒടുവിലായി ദൈവം വെളിപ്പെട്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ കൂടെ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ വാക്യം കൂടെ വായിച്ചിട്ട് ഞാനൊരു 5 മിനിറ്റ് ബ്രേക്ക് തരാം. യോഹന്നാൻ 1:18. യോഹന്നാൻ 1:18. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലായോ? ദൈവത്തെ ആരും ഒരു നാളും ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല. യേശു ക്രിസ്തുവാണ് പിതാവായി ദൈവത്തെ വെളിപ്പെടുത്തി തന്നത്. ഓക്കെ, ഏത് ടീച്ചേഴ്സ് പഠിപ്പിച്ചാലും നിങ്ങൾ പറയേണ്ട ഒരു വിഷയം, നിങ്ങൾക്ക് 5 മിനിറ്റ് ഷോർട്ട് ബ്രേക്ക് ഉണ്ട്. അത് നിങ്ങളുടെ അവകാശമാണ്. സാറുമാര് പറയും അങ്ങ് സ്ട്രേറ്റ് പോട്ടെ, അങ്ങ് അത്രയൊന്നും ആരും ഇരിക്കത്തില്ല. ഇടയ്ക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ ഇച്ചിരി ഒരു റിലാക്സ് ആവശ്യമല്ലേ. അന്നേരം രാജ് സാർ പഠിപ്പിച്ചാലും ചെറിയാൻ സാർ പഠിപ്പിച്ചാലും ബിൻഡായ് സാർ പഠിപ്പിച്ചാലും കറക്റ്റ് സമയത്ത് ജോസഫ് ചാക്കോ സാറേ പെട്ടെന്നൊന്ന് പറഞ്ഞോണം അവരോട്, സാറേ നമുക്ക് 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്ന്. പുതുതായിട്ട് വന്ന സ്റ്റുഡൻസ് ഒന്നും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഒന്ന് പറഞ്ഞോക്കണം. കാരണം അവരങ്ങ് പോവാ പഠിപ്പിക്കുന്ന ത്രില്ലില്. മനസ്സിലായോ? അവർക്ക് പോർഷൻ തീർത്താൽ മാത്രം മതി, നമുക്ക് പോർഷൻ തീർത്താൽ മാത്രം പോരാ, നമ്മൾ ജീവിക്കണ്ടേ. ഓക്കെ, 5 മിനിറ്റ്സ് ഷോർട്ട് ബ്രേക്ക്. സാറേ, പ്രകൃതി വെളിപ്പെട്ടു, മനുഷ്യന്റെ മനസാക്ഷി വെളിപ്പെട്ടു, ക്രിസ്തുവിൽ വെളിപ്പെട്ടു. എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. മനസ്സിലായോ? ആരും പോകല്ലേ, സമയത്തേക്ക് വരണം, അടുത്ത ഭാഗത്തേക്ക് വരും. ഓക്കെ സാറേ, സാറേ